നമസ്കാരം. പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സാഹചര്യത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. തൃശൂർ UDF സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ കനത്ത പരാജയം കാരണം ഇടഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണിപ്പോൾ. കെ മുരളീധരനെ അന്വയിപ്പിക്കാൻ VD സതീശൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കെ മുരളീധരൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്നത് വ്യക്തമാണ്. KPCC അധ്യക്ഷ പദവി തരാമെന്ന് പറഞ്ഞപ്പോൾ സുധാകരൻ വിട്ടുകൊടുക്കില്ല എന്ന് സുധാകരൻ പറഞ്ഞു. അതോടെ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിന് കെ മുരളീധരനെ മത്സരിപ്പിക്കാൻ പാർട്ടി ധാരണയായിട്ടുണ്ട്. എന്നാൽ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കെ മുരളീധരനെയാണ്. ഈ സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്ന് VK ശ്രീകണ്ഠൻ MPയും വ്യക്തമാക്കുന്നു. അങ്ങനെയെങ്കിൽ കെ മുരളീധരൻ മത്സരിച്ചാൽ അദ്ദേഹത്തിന്റെ സഹോദരിയായ പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയായി BJP പ്രഖ്യാപിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. അതോടെ പാലക്കാട് ഒരർത്ഥത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടവും ശക്തമായ മത്സരവുമായിരിക്കും നമുക്ക് കാഴ്ചവെക്കാൻ കാണുന്നത്. കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് കോൺഗ്രസ് ആയിരുന്നു അവിടെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്നത്. എങ്കിൽ 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പാലക്കാട് ശക്തമായ ഒരു മത്സരം തന്നെ കാഴ്ചവെക്കാൻ സാധിച്ചു എന്നതിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP മെട്രോമാൻ E ശ്രീധരനെയാണ് കളത്തിലിറക്കിയിട്ടുള്ളത്. അദ്ദേഹമായിരുന്നു BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ വിറപ്പിക്കുന്ന പ്രകടനമായിരുന്നു E ശ്രീധരൻ പാലക്കാട് കാഴ്ചവെച്ചത്. അവസാന നിമിഷം വരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നമ്മൾ കണ്ടത്. അവസാനം UDFന്റെ ശക്തി കേന്ദ്രത്തിൽ എത്തിയതോടുകൂടിയാണ് ശ്രീധരൻ താഴേക്ക് പോയത്. പാലക്കാട് നഗരസഭ ഉൾപ്പെടെ BJPയുടെ കൈകളിലാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് BJP ഇക്കുറി മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ മത്സരത്തിനിറക്കുന്നത്. നഗരസഭ വൈസ് ചെയർമാനും അതോടൊപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം തന്നെ കാഴ്ചവെച്ച C കൃഷ്ണദാസിനെയാണ് ഇക്കുറി പാലക്കാട് ഇറക്കാൻ BJP പരിഗണിക്കുന്നത്. കൂടാതെ BJPയുടെ സംസ്ഥാന വക്താവായ സന്ദീപ് വാര്യരുടെ പേരും ഉയർന്നു വരുന്നുണ്ട്. കെ മുരളീധരൻ മുഖ്യമന്ത്രി കസേര മോഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മുരളീധരൻ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഡൗട്ടാണ്. എങ്കിൽ യുവാക്കളെ പരിഗണിക്കാനാണ് UDFൽ കൂടുതൽ സാധ്യത. CPM സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിൽ ഇതുവരെയായിട്ട് തീരുമാനമായിട്ടില്ല. ആര് തന്നെ സ്ഥാനാർത്ഥി ആയാലും വിജയിക്കാനുള്ള സാധ്യത കുറവായിരിക്കുമെന്നതിൽ സംശയമില്ല. കാരണം CPMനെതിരെ വലിയ തോതിൽ ജനവികാരമുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി ഉൾപ്പെടെ പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ രാജിവെക്കില്ല എന്ന തീരുമാനത്തിലാണ് പിണറായി വിജയൻ നിൽക്കുന്നത്.